എന്നൊക്കെ പറയുന്നവനറിയില്ല, കേൾക്കുന്നവനറിയില്ല. ബർക്കത്തിന്റെ അർത്ഥം എന്താണ്? വിവാഹം കഴിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പറയുന്നത് എന്താണ്? ബാറക്കല്ലാഹു ലക. എന്താ കുറെ കാശൊക്കെ കിട്ടി തടിച്ചു കൊഴുത്ത് നിങ്ങൾ രണ്ടുപേരും വെളുവിളാന്നിരിക്കാനാ? ഒരു വിവാഹിതന് ആവശ്യമായ എല്ലാ ഖൈറുകളും അതിലുണ്ടാവട്ടെ എന്നാ ബർക്കത്തിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിലും ബർക്കത്തുണ്ട്, ഖബറിൽ മാത്രം ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു റസൂൽ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്തിരുന്നു. ബർക്കത്തിന്റെ അർത്ഥം അറിയോ? അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമ്, ജോലിക്കാരൻ, നബിയോട് ഒരു ദിവസം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഖുവൈസ, എനിക്കൊരു കാര്യമുണ്ട് നബിയെ. എന്താന്ന് ചോദിച്ചു. ഖാദിമുക്ക് അനസ്, നിങ്ങൾക്ക് ജോലി ചെയ്യുന്നില്ല അനസ്, എൻ്റെ മോനാ, ഒന്ന് ദുആ ചെയ്യും നബിയെ. അല്ലാഹു റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീഹി. അല്ലാഹുവേ, ഒരുപാട് സ്വത്തിനെ കൊടു, ഒരുപാട് മക്കളെ കൊടു, അവനിക്ക് ബർക്കത്ത് ചെയ്യ് എന്ന് ദുആ ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 70ഓളം പേരമക്കൾ തവാഫ് ചെയ്യുമ്പോൾ കൂടെ കിടന്ന് കറങ്ങും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ ഒരു കാലവും പഴവർഗ്ഗങ്ങൾ അവസാനിക്കില്ല. ബർക്കത്ത്. ഇവിടെ ഉമ്മമാർക്ക് മക്കളെ കാണുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയലെങ്കിലും സുന്നത്തുണ്ട്. ഉമ്മ നിൽക്കുന്ന നില കണ്ട ആമീന്ന് പറ. വല്ലാഹി അറബി രാജ്യങ്ങളിൽ അറബികളോട് ബാറക്കല്ലാഹു ലക് വബാറക്കല്ലാഹു ഫീക് ബാറക്കല്ലാഹു അലൈക് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആമീൻ എന്ന് പറയും, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ഫീക് തിരിച്ചു പറയും. ബർക്കത്ത്. ഖുനൂത്തിൽ ഓതിയത് എന്താ? ബാരിക് ലീ ഫീമാ അഅതൈത, തന്നതിൽ നീ ബർക്കത്ത് ചെയ്. തന്നത് എന്താ? അല്ലാഹ് തരാത്തത് എന്താ ഉണ്ടെന്ന് നിനക്ക്? ബാരിക് ലീ ഫീമാ അഅതൈത. ഓരോ ദിവസവും സുബഹിസ്കാരത്തിന് ചോദിക്കുക അല്ലാഹുവോട്, ബാരിക് ലീ ഫീമാ അഅതൈത, തന്നതിൽ ബർക്കത്ത് ചെയ്. ഏതാ തന്നത്? തരാത്തത് എന്താ ഉള്ളത്? നിന്റെ കണ്ണ് അല്ലാഹ് തന്നത്, നിന്റെ ശരീരം അല്ലാഹ് തന്നത്, നിന്റെ മക്കൾ അല്ലാഹ് തന്നത്, നിന്റെ സ്വത്ത് അല്ലാഹ് തന്നത്, നിന്റെ ഹിദായത്ത് അല്ലാഹ് തന്നത്, നിന്റെ ഹയാത്ത് അല്ലാഹ് തരാത്തത് എന്താണോ ഉള്ളത്? ബർക്കത്ത്. മക്കൾക്ക് മാതാപിതാക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കൂ. മക്കളെ നിർത്തിക്കൊണ്ട് ഉമ്മയോട് പറയും, ഉമ്മ എൻ്റെ മോനിക്ക് വേണ്ടി ദുആ ചെയ്യ്. കുട്ടി മനസ്സിലാക്കും എൻ്റെ വാപ്പക്ക് എൻ്റെ ഉമ്മയോട് എത്ര ബഹുമാനമാണെന്ന്. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. വീട്ടിൽ കിടക്കുന്ന ഉമ്മയെ ഒരു കിളവിയെ പോലെ കാണുന്നത് കുട്ടികൾ. അത് കാരണക്കാരൻ മാതാപിതാക്കളാണ്. ഉമ്മയോട് നീ 100 പ്രാവശ്യം തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും മക്കളെ, അത് വേറെ. പരിചയപ്പെടുത്തിക്കൊടു മക്കൾക്ക്. ഉമ്മയുടെ ഉമ്മയാണ്. വല്ലാഹി മക്കൾക്ക് വാപ്പ, ഉപ്പയെ പരിചയം കൊടുക്കുന്നത് ഉപ്പ. ഉമ്മയുടെ വാപ്പയും ഉപ്പ, വാപ്പാടെ വാപ്പായും ഉപ്പ. അവിടെ കൂടെ പോകുന്ന ഒരു കിളവനും ഉപ്പ. കുട്ടിക്ക് അറിയില്ല ഉപ്പ ആരാണെന്ന്. വാപ്പാടെ വാപ്പാന്ന് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം. മോനെ ഇത് വാപ്പാടെ വാപ്പ, മോനെ ഇത് ഉമ്മാടെ വാപ്പാന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കും. അവിടെ പോയപ്പോ ഒരു കിളവൻ കൈ കണ്ടാ വന്നു, ഉപ്പ വാപ്പ ഉപ്പ. മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്ക് ദുആ ചെയ്യിപ്പിക്കുകയും. നീ നിന്റെ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. കുട്ടികളുടെ മുമ്പേ കാണിക്കും നിന്റെ വാപ്പയാണെന്ന്. വല്ലാഹി ഒരു ആദാബുമില്ല, ഒരു സുന്നത്തുകളുമില്ല. അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ജോലിക്കാരനാണ്. എന്നിട്ടും ഉമ്മ വന്നിരുന്ന് പറയാണ്, നബിയെ ഇന്നലി ഖുവൈ, എനിക്കൊരു കാര്യമുണ്ട് നബിയെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണോ? ആലിമീങ്ങൾക്ക്, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും നിങ്ങളെ മക്കൾ. വല്ലാഹി നാട്ടിൽ കാണുന്ന കാഴ്ച കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ദീനില്ലാത്തവന്മാര് ദീന് പഠിപ്പിച്ച് നാട്ടിനെ നശിപ്പിച്ച് വല്ലാഹി കാണിച്ചു കൊടുക്കി. ഉമ്മാക്ക് നിമ്മാടെ മുമ്പേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ സംസാരിച്ചിട്ടുണ്ടാവും, നീ ചെറുപ്പത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും. നിനക്കിന്ന് മക്കളായി. ആ മക്കളെ നീ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. നിന്റെ കിളവിയാണ് അവള് പൊക്കി മുറിഞ്ഞ് അവളെ സൗന്ദര്യം മുഴുവനും ഖൗലാ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ നദർതു ബത്നി, യാ റസൂലല്ലാഹ് എൻ്റെ വയറ് കണ്ടോ,
വെള്ളത്തിലിട്ട തേങ്ങയുടെ ഓല പോലെ അരിച്ചുപോയി ഈ മനുഷ്യന്റെ മക്കളെ ചമന്ന വയസ്സെന്നാ പറഞ്ഞത്. ഖൗല റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് നദർതു ലഹു ബതനി, എന്റെ വയറ് കണ്ടോ, ഭാര്യമാരെ വയറ് നോക്ക്, 5-6 പ്രസവിച്ചതിന് ശേഷം അവളുടെ തോലൊക്കെ ചഴിഞ്ഞ്, എൻ്റെ ഭാഷയിൽ വെള്ളത്തിൽ തെങ്ങിന്റെ ഓല കിടന്നാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഒന്നും കാണില്ല. അതുപോലെ ആവും പെണ്ണുങ്ങളുടെ വയറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടു, തലാഖ് ചൊല്ലിയപ്പോ തല്ലഖനി നദർതു ലഹു